ഹലോ അസ്സാം വലൈക്കും. എന്തുണ്ട് വിശേഷം? സുഖമല്ല? എല്ലാവർക്കും സുഖമായിട്ടിരിക്കട്ടെ. അപ്പം ഇന്ന് റൂമിലിരിക്കുമ്പോൾ ഇങ്ങനെ ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു, വാ നമുക്ക് പുറത്ത് പോക്ക്, കുറച്ച് സാധനങ്ങൾ പിന്നെ ഒരു സ്ഥലത്തുനിന്ന് വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൾ പറഞ്ഞു, വാ നമുക്ക് പോയിട്ട് വാങ്ങിയിട്ട് വരാം, ഒന്ന് വാ കൂടെ എന്ന് പറഞ്ഞ് അങ്ങനെ ഞാനും കൂടിയും പോയി കേട്ടോ. പിന്നെ അവൾ പറഞ്ഞ് ചായ പിടിക്കാം, കുറേ ആയില്ലേജ് ഇങ്ങനെ പുറത്തൊന്നും പോവാത്ത. അപ്പോൾ പനി അതിൻ്റെ ശേഷം ഞാൻ എവിടെ ആര് വിളിച്ചാലും പോകില്ല കേട്ടോ. എനിക്ക് പേടിയാണ്, ചുമൻ്റെ കാരണം. എൻ്റെ പനിയല്ല, ചുമ. അങ്ങനെ ചുമ ഭയങ്കര ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ന്യൂസല്ലാത്തയിൽ പോയി ചായ ഇങ്ങനെ കുടിക്കുകയാണ് കേട്ടോ. അപ്പം ഒരു എഗ്ഗ് മസാല എടുത്ത്, ഓല് കേസരി എന്താ അതും എടുത്ത്, പിന്നെ ചായ, ഓള് കോഫി പറഞ്ഞ് ഞാൻ ചായ പറഞ്ഞു. പക്ഷെ രണ്ടാളും മാറിപ്പോയി. ഞാൻ പിന്നെ കോഫി തന്നെ കുടിച്ചിട്ടോ. കുഴപ്പമില്ലായിരുന്നു. പിന്നെ പിന്നെ ബോണ്ട എടുത്ത്, പക്ഷെ കൊണ ഉണ്ടായിട്ടില്ല. ചായ എല്ലാം സൂപ്പറായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചായ എല്ലാം കുടിച്ച്, പിന്നെ ഞാൻ മധുരം കുറച്ച് കാപ്പി എടുത്തേട്ടാ. നല്ല കോഫി ആയിരുന്നു. അപ്പോൾ ഓള് പറഞ്ഞതാ ചായയും കോഫിയും മാറി. അപ്പോൾ ഞാൻ പറഞ്ഞു, കോഫി ഞാൻ കുടിക്കാൻ നല്ല രസമുണ്ട് എന്ന്. അപ്പം എനിക്ക് ചായ കുടിക്കാൻ പോയാൽ ഉള്ളിവട, പഴംപൊരി അങ്ങനത്തെ എല്ലാം കിട്ടണം കേട്ടോ. എന്നാലേ ചായ കുടിച്ചെന്ന് ഒരു അറിയുള്ളൂ. അല്ലാതെ വേറെ എന്ത് തിന്നിട്ടും കാര്യമില്ല. എരിവുള്ള നല്ല എന്തെങ്കിലും കിട്ടിയാൽ, പരിപ്പുവട ആയാലും കുഴപ്പമില്ല. ഉള്ളിവട ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചായയും കാപ്പിയെല്ലാം നല്ല ചായയും കാപ്പിയല്ലായിരുന്നു കേട്ടോ. അപ്പം ഇത് എവിടുന്നാ കുടിച്ചെന്നറിയാം. നമ്മളെ ന്യൂസല്ലാത്തയിൽ പണ്ടത്തെ ഗോൾസ് ഹൈപ്പർ മാർക്കറ്റ് ഉണ്ടായില്ലേ, അവിടെ ഇപ്പോൾ ഒരു പുതിയ കട തുടങ്ങിയില്ലല്ലോ, അതിൻ്റെ പേര് ഞാൻ നോക്കിയില്ല. ആ കടയിൽ നിന്നാണ് കുടിച്ചേട്ടാ. അപ്പം ആ ഗോള് ഹൈപ്പർ മാർക്കറ്റെല്ലാം മാറ്റി വേറെന്തോ പേര് കിട്ടീന്. ഉണ്ടപ്പൊരി എനിക്ക് ഇഷ്ടമില്ല കേട്ടോ. പിന്നെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് വാങ്ങിയത്. അത് ഞാനും ഓളും പകുതിയും കഴിച്ച്. ഞാൻ ഓക്കന്നെ കൊടുത്തത്. ഓള് പറയുക, കുഞ്ഞിപ്പത്തിലെടുത്തോ, പൊറാട്ട വാങ്ങിക്കോ. അല്ല, ഞാൻ പറഞ്ഞു ഒന്നും വേണ്ട. കുഴപ്പമുണ്ടായിട്ടില്ല. നമുക്ക് എന്തെങ്കിലും ഇടയ്ക്കൊരു ചായ കുടിക്കാൻ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇപ്പം തണുപ്പായതുകൊണ്ട് പുറത്തിറങ്ങാനും പേടിയാണ്. രസമുണ്ടായിരുന്നു, പക്ഷെ നമുക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ്. ചായ എല്ലാം നല്ല ചായയായിരുന്നു. ഇനി ഒരു ദിവസം അവിടെ ചോറുന്നാൻ പോകണമെന്ന് പറഞ്ഞിന്. ഉച്ചക്ക് ചോറുന്നാൻ പോകണം. എനിക്ക് ഇലയിൽ ചോറ്, പൊതിച്ചോറെല്ലാം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ ബിരിയാണി ഒന്നും എനിക്കിഷ്ടമല്ല. ഫ്രൈഡ് റൈസ് ഇഷ്ടമാണ്. പിന്നെ നെയ്ച്ചോറും ചിക്കൻ കറിയും ഭയങ്കര ഇഷ്ടമാണ്. ബിരിയാണിനോട് എനിക്ക് തീരെ താല്പര്യമില്ല കേട്ടോ. ഈ ബിരിയാണി, പൊറോട്ട അതെല്ലാം കഴിക്കൂലെന്നല്ല, അതൊന്നും എനിക്ക് ഇപ്പം എത്ര മാസങ്ങളോളായാലും കൊല്ലങ്ങളോളായാലും കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഫ്രൈഡ് റൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നെയ്ച്ചോറ് എപ്പോഴെങ്കിലും ഭയങ്കര ഇഷ്ടമാണ്. സാദാ ചോറ് എത്ര കഴിച്ചാൽ, എത്ര ദിവസം പൊതി